ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗം എന്നാണ് അറിയപ്പെടുന്നതും ഏതാ പ്രാചീന ശിലായുഗം. നിങ്ങളുടെ 8ാം ക്ലാസ്സിലെ പ്രാചീന തമിഴകം എന്ന് പറയുന്ന പാഠപുസ്തകത്തിൽ ഇത് ഉണ്ട്. ഇനി ഇതിന്റെ പ്രാധാന്യം, ഇതിന്റെ ആ ഒരു എന്താ, നിങ്ങൾ നോക്കിക്കേ, ആ കല്ലിന്റെ ഒരു പ്രത്യേകതകൾ നോക്കിക്കേ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ ശിലായുഗ സംസ്കാരത്തിൻ്റെ അടയാള കല്ലുകൾ അവശേഷിക്കുന്ന ഒരിടം, മറയൂർ മുനിയറകളല്ലാതെ നമുക്ക് മുനിയറകൾ കാണാൻ കഴിയണമെങ്കിൽ ഇവിടെ മുട്ടുകാട് മുനിയറ കുന്നിലേക്ക് എത്തണം. ഇവിടെ ധാരാളം മുനിയറകളുണ്ട്. എനിക്ക് മുനിയറകളുടെ സവിശേഷതകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ അധ്യാപകർ നേതൃത്വത്തിൽ എത്തിയിരിക്കുകയാണ്. അമൽ ടീച്ചറെ, ഇവർ എത്തരത്തിലാണ് ഇവിടേക്ക് വന്നത്? ഇവര് നമ്മുടെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ഗിഫ്റ്റഡ് ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് നേരിട്ട് നടത്തുന്നതാണ്. അതായത് US സ്കോളർഷിപ്പിൽ ടോപ്പ് സ്കോർ നേടിയ 40 കുട്ടികളുടെ ഒരു ഗ്രൂപ്പാണ്. പല സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികളാണ്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ പാഠപുസ്തകത്തിന് വെളിയിലുള്ള സബ്ജക്റ്റുകളാണ് നമ്മൾ ക്ലാസ്സുകളായിട്ട് അവധി ദിവസങ്ങൾ കേന്ദ്രീകരിച്ച് കൊടുക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ ഫീൽഡ് ട്രിപ്പ് എന്ന് പറഞ്ഞാൽ സാധാരണ സ്കൂളിന്റെ ഒരു ഫീൽഡ് ട്രിപ്പ് അല്ല, നമ്മളെ സംബന്ധിച്ച് പക്കാ സ്റ്റഡി ട്രിപ്പാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്റെ പേര് സാറാനീഷ്. ഞാൻ സെന്റ് തോമസ് HSS റിട്ടയറിൽ പഠിക്കുന്നു. ഇവിടെ വന്നപ്പം ഒരുപാട് മുനിയറകൾ കാണാൻ പറ്റി. സാറ് പറഞ്ഞ പോലെ ഞാൻ നേരത്തെ ഓർത്തോണ്ടിരുന്നത് മുനിയറ എന്ന് വെക്കുമ്പോൾ ശവക്കല്ലറ അങ്ങനെ ഒരു രീതിയാണ്. പക്ഷെ സാറ് പറഞ്ഞപ്പോ മനസ്സിലായി ശരിക്കും ഭൂമിയുടെ മുകളിലുള്ളത് അവരുടെ പാർപ്പിടമാണെന്നും അതുപോലെ തന്നെ താഴത്തിട്ടുള്ളത് ആണ് ശരിക്കും അവരുടെ ശവ സംസ്കരിച്ചുകൊണ്ടിരുന്ന സ്ഥലമെന്നും അങ്ങനെ ഇതൊക്കെ കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കാൻ സാധിച്ചു. അറിവിന്റെയും ആഹ്ലാദ കാഴ്ചകളുടെയും ഒരു ഇടമായിട്ട് മുനിയറകളെ ഈ കുട്ടികൾ ഹൃദയത്തിലേറ്റുകയാണ്. ഭാവിയിലുള്ള ആളുകളോട് പറയാനായിട്ട് ഇവർക്ക് കഴിയണം, ഈ മുനിയറകൾ സംരക്ഷിക്കപ്പെടണം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇവിടെ പലപ്പോഴും മുനിയറകളുടെ സമീപത്തായിട്ട് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന പാറക്കഷ്ണങ്ങളും അതോടൊപ്പം തന്നെ കുപ്പികളും പ്ലാസ്റ്റിക് കുപ്പികളെല്ലാം കാണാൻ കഴിയുന്നുണ്ട്.